ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പഴനിക്ക് പോയിട്ടുണ്ടായിരുന്നു 13-ാം തീയതി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇതിപ്പോൾ എടുക്കുന്നത് വേറൊരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ പോയി വന്നിട്ട് കുറച്ച് ക്ഷീണത്തിലൊക്കെ ആയിരുന്നു, ടയർഡായിരുന്നു എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ഇടാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ അത് അപ്ലോഡ് ചെയ്യണത്. അറിയാം കുറേ ഡിലേ ആയി എന്നുള്ളത്. നമ്മുടെ ചാനൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊന്നും ഇല്ല. സ്ഥിരം കാണുന്ന ആൾക്കാരൊക്കെ നമ്മൾ ചോദിച്ചു തുടങ്ങി എന്താ വീഡിയോ ഇടാത്തേന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഉത്സവം ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ പഴനി പോയതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് ഒരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇതേവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാരും വീഡിയോ ഒന്ന് സ്കിപ്പ് ആകാണ്ടൊന്ന് കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ. അവിടെ നോക്ക്, എന്നൊക്കെ കാണിച്ചോ. ഞങ്ങളൊക്കെ സ്റ്റാറാണ് ഇല്ലേ? എവിടേക്കാ അതിന് പോണ്? പഴനി വരെ ഒന്ന് പോവാണ്. എവിടെയാണ്? പഴനി. സെക്കൻഡ് ഒരു വഴിപാടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ഞങ്ങൾ എല്ലാവരും റെഡി ആവണേ ഉള്ളൂ. ഇപ്പൊ സമയം 2:45 കഴിഞ്ഞു. 3 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ എത്ര ആളാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒക്കെ റെഡിയായി. ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല. ബാക്കി എല്ലാവരും ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് അതുമില്ല. എന്റെ കണ്ട് ഇവിടെ ഒക്കെ നോക്കുമ്പോ ചുമന്നു. വണ്ടി കയറി ഉറങ്ങാലോ. മനു എന്താന്നറിയോ, നമ്മുടെ സ്റ്റാർ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി എടുത്തു. പിന്നെ പൂരി, അതിനുള്ള ചമ്മന്തികള്, സാമ്പാർ, കറികൾ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ രണ്ടാളും തിരക്കിലായിരുന്നു. പിന്നെ കുറച്ചും കൂടി വർക്ക് ഉണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടോ. അമ്പലത്തില് പോയി ഡാൻസും പാട്ട് കൈകൊട്ട് കളിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ 12 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാം ഒക്കെ താത്തിട്ട് തകർത്തു. ഈ തകർക്കലിന്റെ ക്ഷീണം ഞങ്ങൾ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ്. എല്ലാവരും കൂടി പഴനിക്ക് പോകുന്നു. അതിന്റെ സന്തോഷത്തിൽ നിൽക്കുന്നു. അങ്ങനെ അച്ഛനോടെ ഉറങ്ങുന്നുണ്ട്. അങ്ങനെ തിരിച്ചു കൊണ്ടേക്കാൻ അച്ഛൻ നല്ല ഉറക്കാണ്. നമ്മൾക്ക് തുണി കഴിഞ്ഞു. നോപ്പന്നെ നീക്കി വിട്ടതാ. ഇവിടെ വന്ന് സോഫയിൽ വന്നിട്ട് നല്ല ഉറക്കം. നേരത്തെ ഇവിടെ വന്നിട്ട് മേക്കപ്പ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കിയല്ലോ. അല്ല, ഈ തലയും മുഖമൊക്കെ ഒന്ന് ഇങ്ങനെ കാണട്ടെ. അതെ, മുടിയെടുക്കാൻ പോവാ. അങ്ങനെ നമ്മൾ പഴനിക്ക് പോകാനായിട്ട് എല്ലാം സെറ്റാക്കി ഇറങ്ങിയിട്ടുണ്ട്. തലേണയും ബെഡ്ഷീറ്റും ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിയത് വാവേനെ കിടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും വണ്ടിയിലൊക്കെ കയറി സ്മൂത്തായിട്ട് പോയി. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു. അവിടെ എത്തുന്ന ടൈമിൽ എല്ലാവരും തലവഴി മൂടിയൊക്കെയാണ്. എൻ്റെ അമ്മയൊക്കെ തലവഴി മൂടി കിടക്കുകയാണ്. അത്രയും തണുപ്പുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലായിരുന്നു മോനുമായിട്ട്. അങ്ങനെ ഞങ്ങൾ പഴനിയിലൊക്കെ എത്തി. ഫുഡൊക്കെ ഞങ്ങൾ ഓൾറെഡി വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഇഡ്ഡലി, പൂരി, മസാലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചു. എനിക്ക് വോമിറ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കഴിച്ചില്ല. എനിക്ക് വണ്ടിയിൽ യാത്ര ചെയ്താൽ വോമിറ്റിംഗ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ പഴനിമല കയറി ഇറങ്ങിക്കഴിഞ്ഞിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. പഴനിയിലെത്തിയിരിക്കുകയാണ്. മുടിയെടുക്കാൻ പോകണം. അപ്പം ഇനിയിപ്പോൾ അടുത്ത് മുടിയെടുക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ 3 ആളെടുക്കുന്നുണ്ട്. രവിക്ക്, ഞാൻ, അച്ഛൻ. ഞങ്ങൾ 3 ആളാണ് മുടിയെടുക്കാൻ പോകുന്നത്.
സ്മോഗ് എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഈ 3 തലയും അല്പനിമിഷങ്ങൾക്കകം മുട്ടകളാണ്. നല്ലോണം നോക്കിക്കോളൂ. മുട്ട, ഒരു വലിയ മുട്ട, അതിന്റെ ചെറിയ മുട്ട, അതിനേക്കാളും ഏറ്റവും ചെറിയ മുട്ട, കുഞ്ഞു മുട്ട. അങ്ങനെ നമ്മൾ മുടിയൊക്കെ വടിക്കാൻ വേണ്ടി ഇവരെ ഇരുത്തിയിട്ടുണ്ട്. ആ ഫ്രണ്ടിലത്തെ ഓഫീസിൽ നിന്നിട്ട് നമ്മൾ ചീട്ടെടുക്കണം. ഫ്രീ ആണെന്നൊക്കെ പറയും, ഗവൺമെൻറ് ആണെന്നൊക്കെ പറയും, പക്ഷെ വെറുതെ ആണ് കേട്ടോ. അവർ ചോദിക്കുന്ന കാശ് കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ മോൻ്റെതിന് മാത്രം കുറച്ച് കൂടുതൽ കൊടുത്തുള്ളൂ. കാരണം അവൻ്റെ ഫസ്റ്റ് മുടിയെടുക്കലായതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ കൊടുത്തു. അവൻ്റെ മുടി പഠിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ കാണാൻ. പിന്നെ സന്തോഷം കൊണ്ട് അറിയാതെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു. അവൻ ആദ്യം അറിഞ്ഞില്ല മുടി എടുത്തോണ്ടിരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കറിയാൻ തുടങ്ങി, എന്തോ ഒന്ന് തലേന്ന് പോകുന്ന പോലെ. പിന്നെ ഞങ്ങൾ കാർട്ടൂൺസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തിയത്. അച്ഛൻ്റെ മുടി പിടിക്കുമ്പോൾ കാണണം, അത് ഭയങ്കരമായിരിക്കും എന്നൊക്കെ മനു പറഞ്ഞെങ്കിലും അതിലും കോമഡി ആയിരുന്നു മനു മുടി പിടിച്ചപ്പോൾ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ചേഞ്ചായിട്ട് തോന്നിയത് മനുവിലാണ് കേട്ടോ. അച്ഛൻ്റെയിലും മോൻ്റെയിലും ഒന്നും എനിക്ക് അത്ര അങ്ങനെ തോന്നിയില്ല. മനുവിൻ്റെതായിരുന്നു കുറച്ച് റൗഡി ലുക്കൊക്കെ വന്നത്. അങ്ങനെ മനു മുടി പിടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ആളെ തിരിച്ചറിയണില്ല. ധ്രുവിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു മനുവിനെ കണ്ടിട്ട്. മനുവിൻ്റെ കയ്യിൽ പോകുന്നില്ല, അങ്ങനെയൊക്കെ. പിന്നെ ആളുടെ തലയിൽ കുറച്ച് താരനൊക്കെ ഉണ്ടായിരുന്നു. മുടി പിടിച്ചപ്പോൾ കൂട്ടത്തിൽ അതും പോയി കിട്ടി. അപ്പം അതാ പറഞ്ഞുകൊണ്ടിരിക്കണേ ഞങ്ങൾ. പക്ഷെ മോൻ നല്ല പേടിച്ചു കേട്ടോ. അച്ഛൻ്റെ അടുത്ത് നല്ല പോകുന്നുണ്ട്, മനുവിൻ്റെ അടുത്താണ് പോവാണ്ടിങ്ങനെ നിന്നത്. അവനിങ്ങനെ നോക്കുക, അയ്യോ ഇതാരാ, പരിചയം ഉണ്ടല്ലോ, ഇതാരാന്നുള്ള രീതിയിൽ. മുടി മുരുകന് കൊടുത്തു. ഇതെന്തൊരു വില്ലന്റെ ലുക്ക്. മുട്ട അടിച്ചു, പുളി കഴിഞ്ഞു. അതാണ്ടത് അവിടെ ഒരാൾ നിൽക്കണം. വാസമ്മേ, അതിലും ഭയങ്കരം തന്റെ മുഖം കാണാനാ. അപ്പൊ ഇനി മല കയറാൻ പോവാ. ഇതില് മല കയറാൻ പോവാ. ഞങ്ങൾ നേരെ മല കയറാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. തൈപ്പൂയം കഴിഞ്ഞതിൻ്റെ തിരക്കൊക്കെ കാണാനുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വഴിപാടുമായി വന്നവരാട്ടോ. തേരും കാവടിയും പിന്നെ പാൽക്കുടമൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ മേളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. ഫോൺ അലൗഡ് അല്ലായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. മേളിൽ കയറിയിട്ടുള്ള ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ഫോൺ അലൗഡ് അല്ലായിരുന്നു. ഇപ്പം എന്തോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ പിന്നെ റിസ്ക് എടുക്കാനൊന്നുമില്ല. പക്ഷെ കുറേ ആൾക്കാർ മേളിൽ ഫോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ മേളിൽ കയറി ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് ടയേർഡായി, വെയിലൊക്കെ കൊണ്ടിട്ടേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ. അതിൽ നമ്മൾ മല കയറുക എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ തിരിച്ചു പോവുകയാണെന്നുള്ളത് വീഡിയോ ഇടാനുള്ള കാരണം വേറൊന്നല്ല, നമുക്ക് ഫോൺ അലൗഡ് അല്ലായിരുന്നു. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫോണ് ചെക്കിങ് ഉണ്ട്. ഫോണ് കയറ്റി കഴിഞ്ഞാൽ ഫൈൻ, പിന്നെ എന്താ ഫൈനും, പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് മൊബൈൽ കൊടുക്കുള്ളൂ. അനൗൺസ് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. നമ്മൾ പേടിച്ചിട്ട് നമ്മുടെ ഇത്രയും ആൾക്കാരുടെ ഫോണുണ്ട്, ഇനി അത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങള് റിസ്ക് എടുക്കണ്ട വിചാരിച്ചിട്ടാണ് ഞങ്ങള് വണ്ടിയിൽ കൊണ്ടുപോയി വെച്ചത്. പക്ഷെ മേളിലെത്തിക്കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് അബദ്ധം മനസ്സിലായത്. ഒരു ഫോണെങ്കിലും എടുക്കായിരുന്നു എന്നുള്ളത്. കാരണം ചില ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പേടിയൊന്നുമില്ല അവർക്ക്, അവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മള് നല്ല ദർശനമൊക്കെ നല്ല ഭംഗിയിൽ തൊഴാനൊക്കെ പറ്റി. നമ്മള് ചെന്ന ടൈമിന് എന്ത് വേഷമായിരുന്നു? രാജാവേഷം. എന്തായാലും നല്ല ഭംഗിയിൽ ഒരുക്കി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല തിരക്കുണ്ട്. പക്ഷെ എന്തോ എനിക്കും മോനും നല്ല രീതിക്ക് തൊഴാൻ പറ്റി. ആരെങ്കിലും മിസ്സായി പോയാൽ പോയി കഴിഞ്ഞു. നമുക്ക് പിന്നെ പുറത്തേ കിട്ടുള്ളൂ അവസ്ഥയായിരുന്നു. പിന്നെ എന്താ പറയാ, ഫാമിലിയിൽ വന്ന എല്ലാവർക്കും അത്ര നല്ല രീതിക്ക് തൊഴാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. പെട്ടെന്ന് പക്ഷെ ഞങ്ങൾക്ക് വന്നിട്ട് എനിക്കും മോനും നല്ല രീതിക്ക് തൊഴാൻ പറ്റി. 20 രൂപ ടിക്കറ്റ് എടുത്തിട്ടാ പോയത് കേട്ടോ. ടിക്കറ്റ് എടുക്കാതെയും പോവാം. 20 രൂപ ടിക്കറ്റ് ഉണ്ട്, 200 രൂപ ടിക്കറ്റ് ഉണ്ട്. 20-200 തമ്മിലൊരു കുറച്ച് വ്യത്യാസമുള്ളൂ. 200 രൂപയാണെങ്കിൽ കുറച്ചും കൂടി അടുത്ത് നിന്ന് തൊഴാം. 20 രൂപയാണെങ്കിൽ കുറച്ച് വന്നിട്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഫോൺ അലൗഡ് ആയിരുന്നെങ്കിൽ പോലും നമ്മൾ ഉള്ളിലത്തേക്ക് ഫോൺ എടുക്കില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് പൊതുവെ ഈ അമ്പലം പൂജ ഈ വക കാര്യങ്ങൾ ഫോണിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം, അതിങ്ങനെ ഒരു വീഡിയോ ആക്കി ഇടണം, അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല ഞങ്ങൾക്ക്. അപ്പോ ഞങ്ങളിപ്പോ ഒരു വഴിപാടായിട്ട് പോയതല്ലേ, അപ്പൊ ആ വഴിപാട് കഴിഞ്ഞു എന്തോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അല്ലെ, സന്തോഷായിരുന്നു. പിന്നെ എടുത്ത വീഡിയോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും വീഡിയോ എന്തിനാ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ പോയത് ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. ഇപ്പൊ മേളിൽ ചെന്നാലും ഞങ്ങളും പുറത്തൊക്കെ ഇരിക്കുന്നത് മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടാവുള്ളൂ, ഉള്ളിലത്തേക്ക് നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല. പിന്നെ എന്താ പറയാ, നല്ല ഹാപ്പി ആയിട്ട് പോയിട്ട് വന്നു. ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കും അമ്മയ്ക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉറക്കത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാനും അമ്മയാണ് കൂടുതൽ അനുഭവിച്ചത് കേട്ടോ. കാരണം നമുക്കിവിടെ നമ്മുടെ മാരിമുത്സവവും വന്നു, ഈ പഴനിപ്പോക്കും കൂടി വന്നപ്പോഴത്തേക്കും പെട്ടെന്നുള്ള തീരുമാനമാണ് ഈ പഴനിപ്പോല്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കത് പറ്റിയില്ല. ഉറക്കം അല്ലെങ്കിൽ ഉറങ്ങണം എന്ന് ഞങ്ങൾ പ്ലാനൊക്കെ ഇട്ടു. ഒരു ദിവസം രാവിലെ നേരത്തെ പണി തീർത്തിട്ട് ഞങ്ങൾ ഉച്ച വരെ കിടന്ന് ഉറങ്ങുന്നൊക്കെ. പക്ഷെ ഒരു കാര്യമില്ല, നമുക്ക് ഉച്ചയ്ക്കും ഒക്കെ പണിയായിരുന്നു. പിന്നെ വീഡിയോ എത്ര ഉള്ളൂ, നമുക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ആദ്യം യോഗി അല്ലേ കേരളം പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയി. ഏകദേശം അവിടുന്ന് ഒരു 3.5 to 4 മണിക്കൂർ ഉണ്ട് ട്രാവലിങ്. അപ്പോൾ നമ്മൾ ആ ടൈമിന് ഇറങ്ങിയാലും അവിടെ ലൈറ്റ് ഷോയ്ക്ക് എത്തും. കറക്റ്റ് ടൈമിന് നമ്മൾ ലൈറ്റ് ഷോയ്ക്ക് എത്തും. പക്ഷേ നമുക്ക് ആ ഫുള്ള് റൗണ്ട് അടിച്ച് കാണാനുള്ള ടൈമില്ല, കാണാൻ പറ്റില്ല, കാരണം ഇരുട്ടായി പോവല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു അത് വേറെ ദിവസം പോയിട്ട് കാണാം എന്നൊക്കെ പ്ലാൻ ഇട്ട്. പിന്നെ നേരെ ആർക്കും വയ്യായിരുന്നു, എല്ലാരും ടയേർഡായി. ഞാനടക്കം പറഞ്ഞു വേണ്ട നമുക്ക് വീട്ടിൽ പോകാം. കാരണം ആർക്കും ഒരു മൂഡില്ല. പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിലും എന്താ പറയാ, അതുങ്ങൾക്ക് ഉറക്കവും ശരിയാവണില്ല, ആ വക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഇവിടെ ഏകദേശം ഒരു 9 മണി 9:30 ആയപ്പോ ഞങ്ങൾ എത്തി രാത്രി. അപ്പൊ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ.